എനിക്കൊരു കാര്യം ചോദിക്കണ്ടേ, അഖിലിനോട് ഒരു കാര്യം. ഇപ്പൊ അഖിലാണ്, അഖില് നമ്മുടെ സുഹൃത്താണ്. അപ്പൊ അഖിലെ അത് വിവാദം പോടാ. അപ്പൊ അഖിലെ, നമുക്ക് വേറൊരു അണ്ണനുണ്ട് മനോജ്, ആളൊരു ശുദ്ധനാണ്. പുള്ളി ടൈഗർ അണ്ണൻ എന്ന് പറയുന്നത് കിംബോയുടെ കാര്യമല്ല പറഞ്ഞ, ഇവിടെ മനോജിന്റെ കാര്യം പറയുന്നത്. അപ്പൊ പുള്ളിയുടെ എന്താ പറയുക, ചാടിത്തുള്ളി റിവ്യൂ പറയണ പൃഥ്വിരാജ് അങ്ങനെയാണ്, പൃഥ്വിരാജ് ആണ്ടാരികയാണ് എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഇതാണ്, പാവാണ്. ഇപ്പൊ ഒരു ദിവസം ഒരു വീഡിയോ അഖിലിന്റെ വൈറലായി. അതായത് അഖിൽ എന്നിട്ട് ഇങ്ങനെ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു വീഡിയോ വൈറലായി. അതിനെ കുറിച്ച് അഖിൽ ഒന്ന് പറയുക. അങ്ങനെയാണ് വൈറലായി പോയത് അഖിൽ. ആ വീഡിയോ അറിയാൻ പാടില്ല, മനഃപൂർവ്വം വൈറലാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. അത് ഏതോ ചതിയാലെടുത്തൊരു വീഡിയോ ആണത്. പിന്നെ ആ സോഷ്യൽ മീഡിയയിലെ നീല ടീഷർട്ട്, ആ സോഷ്യൽ മീഡിയയിലെ ആ നീല ഷർട്ട് ഒരു ബ്ലൂ ടീഷർട്ട് ഇട്ട സിനിമ പുള്ളി അതിനും വലിയൊരു അവൻ ചെയ്ത പരിപാടി എന്താ പറയുക. ആ വീഡിയോ ഫുള്ള് അങ്ങനെയല്ല, ആ വീഡിയോ കട്ട് ചെയ്യാനായിട്ടാണത്. അത്ര ആ പേജിന്റെ പേര് പോയി ആ പുള്ളി ഞാൻ ആ മറ്റേ അവരുടെ പേരെന്തായിരുന്നു, എന്തോ പേരും പറഞ്ഞു. അവനെ ചതിയാലെടുത്തൊരു വീഡിയോ എന്റെ സംഭവത്തോട് ഞാൻ വൈറലാവാൻ വേണ്ടി ചെയ്തതല്ല സത്യം. അത് ആ വീഡിയോ സ്വയം രക്ഷിക്കാൻ വേണ്ടിയാണ്. അത് എപ്പോഴും ആറട്ടന് ഇങ്ങനെ ഒരുപാട് പേര് എന്താ പറയാ, എപ്പോഴും ഈ തല്ല് കുത്തി ഇടിക്കല് തിരക്കി. ഒന്നാമത്തെ പ്രായത്തിനേലും ഗവനിക്കണം, മനസ്സിലായില്ലേ? അല്ലല്ലേ, പിന്നെ നിങ്ങളൊരു കേസ് ഓർത്തോ, എപ്പോഴും ലോട്ടറി അടിക്കുന്ന ആറാട്ടണ ഇങ്ങനെ വീഡിയോ ഒരു ദിവസം എഴുതി വെച്ച ആറാട്ടണ് നല്ല അടിപൊളി ഏതൊരു സെലിബ്രിറ്റി ആറാട്ടണ് പ്രൊപ്പോസലായിട്ട് വരും 100%. ഞാൻ അവരോട് അങ്ങനെ പറയാൻ കാരണം ഒന്നാമത്തെ മമ്മൂക്ക എനിക്ക് വേറൊരു രീതിയിൽ ഉപകാരം, എനിക്ക് ഒരുപാട് ഞങ്ങൾ പേഴ്സണലി പരിചയമുള്ള ആൾക്കാരാണ്. മമ്മൂക്കയായിട്ട് ജോർജ് ചേട്ടനെ ലാലേഷ് ആയിക്കോട്ടെ എന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അറിയാം. ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ ഒരു ഫാൻസിന്റെ ആള് ഫാൻസിനെ നിർത്തിട്ട് കുട്ടനാട് ബ്ലോഗിൽ നിന്ന് ഇറങ്ങിയതാ. ഞാൻ കഴിഞ്ഞ ഒരു ഒക്ടോബറിൽ ടൂർ വന്ന കൊടൈക്കനാലില്. അപ്പൊ എന്റെ പൈസ ഇല്ല. ഞാൻ അപ്പം ജോർജ് ചേട്ടനോട് ചോദിച്ചു, ജോർജ് ചേട്ടാ എനിക്ക് ഇങ്ങനെ ടൂർ പോകാനാണ് പൈസ, നീ എവിടെ ടൂർ കൂടെയെന്ന് ചോദിച്ചു. കൊടൈക്കനാലാന്ന് സ്പോട്ടിൽ എന്റെ ഗൂഗിൾ പേര് ജോർജ് ചേട്ടൻ പൈസ ഇട്ടു. പൈസ ഇട്ടെന്ന് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് നേരെ ഈ തർക്കോടെ ഷൂട്ടിംഗ് എടുക്കാൻ പുത്തൻകുരിശില് പോലീസിനെ ഇടിക്കുള്ളേ ആ ഇടി പുത്തൻകുരിശിൽ നടന്നത്. അവിടെ ചെന്ന് പൈസ കൊടുക്കാൻ പുള്ളിയെ പൈസ മേടിച്ചില്ല എനിക്ക്. അപ്പൊ എനിക്ക് അങ്ങനെ പല രീതിയിൽ ഞാൻ 8 പ്രാവശ്യം ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. എന്നെ ഫാൻസ് ബന്ധത്തിലല്ല മമ്മൂക്ക അറിയണത് എന്നെ. പിന്നെ ഞങ്ങൾ യൂട്യൂബ് ചേസ് ചെയ്ത് വേറെ വിഷയത്തിലൊക്കെ മമ്മൂക്ക നേരിട്ട് നല്ല അറിയും. കുഴപ്പമില്ല, എല്ലാരും ചൂടാവൂലേ, അതൊന്നും ചൂടാവും. അങ്ങനെ ഒരുപാട് ചൂടായില്ലേ. പിന്നെ ദേഷ്യം 2 കാറ്റഗറി. ആരും മമ്മൂക്കയുടെ സ്വഭാവം ഞാൻ കണ്ടതിൽ വെച്ചിട്ടില്ല. ഞാൻ 1-2 പ്രാവശ്യം പുള്ളിനെ കണ്ടിട്ടുള്ളൂ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മമ്മൂക്ക കണ്ട് പ്രശ്നമാണ്, പക്ഷെ നല്ല സ്നേഹമുള്ള ആളാട്ടോ. അതായത് അപ്പൊ ചാടി എന്റെ പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം വണ്ടി ചേസ് ചെയ്തിട്ട് എന്നെ തെരുവ് ഇറക്കിവിട്ട് ഞാൻ പോണപ്പത്തിന് മമ്മൂക്ക വിളിച്ചിരുത്തി ഫോൺ. അതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഞങ്ങളെ നല്ല രീതിയിൽ പേഴ്സണൽ എന്താ പറയുക, ഇപ്പൊ ഞാൻ ഇത്ര ആൾക്കാരെ തോന്നും ആരും വിശ്വസിക്കല്ല സംഗതി. മമ്മൂക്കടെ ചോദിച്ചാൽ നിങ്ങള് ടൈഗറിനെ മൈൻഡ് ചെയ്യില്ല പറയണു. അവരെ മൈൻഡ് ചെയ്യിക്കാറുണ്ട് കാരണം ഞാൻ പറയാം, ഞാനിപ്പോ എന്നെ തന്നെ മൈൻഡ് ചെയ്യാറില്ല. എന്നെ തന്നെ ഞാൻ കൂളായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം കയറുന്ന സ്വഭാവം ഉണ്ട് എനിക്ക്. പണ്ട് ഞാൻ അടിച്ചിട്ട് മൂക്കിന്ന് ചോര വരെ വന്ന സംഭവങ്ങളുണ്ട് റിയൽ ലൈഫിൽ. ഞാൻ പറയട്ടെ, ഒരു കൂട്ടുകാരനെ ഒരു പഠിക്കണ സമയത്ത് പെൺവിഷയത്തില്ല, പെണ്ണുങ്ങളുമായിട്ട് ഞാൻ വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ചെറിയ ഒരു 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ പഠിക്കുമ്പോ പീഡിപ്പിക്കുന്ന ഒരു സംഭവത്തിലേക്ക് വരില്ലല്ലോ. വർത്താനം പറയുക, കണ്ണി നോക്കി സംസാരിക്കുക, പ്രണയ ഒരു ലൈനിൽ പോവുക, പ്രണയ ലൈൻ ഇങ്ങനെയൊക്കെ കൈ തുടങ്ങുക, അങ്ങനെ ഒരു സ്ഥലമായി. അപ്പൊ അങ്ങനെ ലൈനിൽ സംസാരിക്കുമ്പോൾ പലർക്കും ഇഷ്ടമല്ല, പലർക്കും കാമുകന്മാരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. CBSE സ്കൂളില് എനിക്ക് മേഘ, അഞ്ജിത, ദീപ്തി ഇങ്ങനെ കുറെ പേരുണ്ടായിട്ടുണ്ട്. അങ്ങോട്ടുണ്ടായിട്ടുണ്ട്. വൺ സൈഡ് ലൈൻ, വൺ സൈഡ് ലവ്. കെട്ടിയമാരൊന്നും ഉണ്ടാവുന്ന പ്രായമായിട്ടില്ല, എന്റെ പ്രായം തന്നെയുള്ളു. 23 വയസ്സേ ഉണ്ടാവുള്ളൂ. കൂടുതലും എനിക്കിപ്പോ എന്നോടിപ്പോ ഫോട്ടോ എടുക്കാൻ വരുന്നത് കുറച്ച്
കുറച്ച് മുസ്ലിംസ് ആയിട്ടുള്ള മുസ്ലിം ഫാമിലിയിലെ കുറച്ച് ഗേൾസ് ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. അല്ല അനാർക്കലി മനോട് പോയി ക്രഷ് ഉണ്ടോ? ആരാധനയുണ്ട്, ക്രഷ് ഒന്നുമില്ല. നേരത്തെ ക്രഷ് ആണെന്ന് പറഞ്ഞത്. നേരത്തെ ക്രഷ് ആണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ക്രഷ് തോന്നുന്നില്ല. ഇപ്പൊ എനിക്ക് മഹിമ നമ്പിയോട് തോന്നണം. അയ്യോ, അണ്ണന്റെ നെഞ്ചി കുത്തു നീ. അണ്ണന്റെ നെഞ്ചിൽ നീ കത്തിയെടുത്ത് കുത്ത്. അവർക്ക് 30 വയസ്സുണ്ട്. അതെ അല്ല ബോഡി ഗാർഡ് അല്ല 5 ദിവസത്തെ കാര്യം എന്തൊക്കെയാണ് അണ്ണന്റെ ബോഡി ഗാർഡ്. ഇത് ഞാൻ അണ്ണന്റെ ഭാഗത്താ. കാരണം അണ്ണൻ അണ്ണനെ ആ മാമി പിന്നെ ആ കൊച്ചിനെ നോക്കണമെന്നുള്ള അണ്ണന്റെ കൂടെ ആൾക്കാർക്ക് മൊത്തം അപ്പൊ അങ്ങനെ ചെയ്യരുത്. അന്ന് ഞാൻ പറയാം. അന്ന് നമ്മുടെ ദൃശ്യത്തിലെ രണ്ടുപേരും തോന്നുന്നുണ്ട്. ദൃശ്യം മറ്റേ അനിലില്ലേ, എസ്തർ അനില്, എസ്തർ അലി അവരാരും പറഞ്ഞിട്ടില്ല. ചെറിയൊരു ഇഷ്ടമുണ്ട്. നിന്റെ അടുത്ത് പണ്ടത്തെ സെറ്റപ്പ് എനിക്ക് അതുപോലെ പ്രേമം തോന്നിയ ഒരു മലയാള സിനിമ ഒരു ആളാണ് നമ്മുടെ ദിലീപേട്ടന്റെ മോളെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് അല്ലല്ല ഞാൻ മെസ്സേജ് കൃഷ്ണനെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞ എനിക്കിഷ്ടമുണ്ട്. പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളൊരു അല്ലല്ല നമ്മള് ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ആ കൊച്ചിനെ ശല്യപ്പെടുത്താനാ പോകണല്ലോ. ഞാൻ ഒരിക്കലും ദിലീപേണ്ട സ്വത്ത് കണ്ടില്ല, സ്നേഹിച്ചത് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോയി. നിന്നോടും തുടങ്ങിയല്ല കുറെ വർഷമായിട്ടുള്ളതാണ്. അല്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അല്ല മീനാക്ഷിക്ക് പേഴ്സണലായിട്ട് അയച്ചിട്ട് മെസ്സേജ്. ശരിയാ, നിങ്ങളുടെ വിശേഷം അറിയാൻ വേണ്ടി വന്നിട്ട് ഇവിടെ ഒരു കാര്യം ഇവനെന്തായാലും ചന്തുവിന്റെ ഒരു ലുക്ക് ഉണ്ടെന്ന് കുറച്ച് പേര് പറഞ്ഞു. ചന്തു നമ്മുടെ സലീമേന്റെ മോനല്ലേ, സലീമേന്റെ മോൻ ചന്തു. അതിനൊരു ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഫോട്ടോ ഒക്കെ കണ്ടിട്ട് എന്തോ ടർബോയുടെ ഇതുണ്ടല്ലോ, ജീപ്പിന്റെ സൈലല്ലടാ എന്ന ഫോട്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് പറഞ്ഞില്ല. 3 കോടി രൂപയൊക്കെ വാങ്ങി വേണമെങ്കിൽ കല്യാണം കഴിക്കാന്ന് ഒരു സുഹൃത്തിയുടെ വിളംബരം ചെയ്തു. അറിഞ്ഞായിരുന്നോ? 3 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ കെട്ടാം, പെണ്ണ് വെളുത്തായിരിക്കണം, കാർ ഓടിക്കാൻ അറിയണം എന്നൊക്കെ പറഞ്ഞു. അതായത് പുള്ളി ബാക്കിലിരിക്കുള്ളൂ. ആ പിന്നെ ഏറ്റവും അവസാനം പറയുന്നത് കല്യാണം കഴിച്ച് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ലാണ്. അങ്ങനെ അവര് പറഞ്ഞു. കാരണം 3 കോടി കിട്ടണം. അത് വിളംബരം നടത്തിയത്.